സർക്കാർ ട്രഷറിയിൽ പണമില്ലെങ്കിലും പിണറായിയുടെ ആവശ്യങ്ങൾക്കും മന്ത്രിമാരുടെ ആവശ്യങ്ങൾക്കും പണത്തിന് യാതൊരു പഞ്ഞവുമില്ല. പിണറായിയുടെ മുഖം മിനുക്കിയതിന് ഇപ്പോൾ വീണ്ടും 67.18 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. പിണറായിയുടെ മുഖം മിനുക്കുന്നതിന് എത്ര ലക്ഷം ചെലവാക്കാനും കേരളത്തിലെ ഖജനാവിനും സർക്കാരിനും ഒരു മടിയുമില്ല. ഈ മാസം 5-ന് 67.18 ലക്ഷമാണ് പിണറായിയുടെ മുഖം മിനുക്കിയതിന് അനുവദിച്ചത്. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ അടിച്ചതിന് പിന്നാലെ 7.47 കോടി രൂപ ഈ മാസം 2-ന് അനുവദിച്ചിരുന്നു. ഇതിനു പിന്നാലെ വീണ്ടും 67.18 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. 67.18 ലക്ഷം രൂപ എന്തിനൊക്കെ നൽകിയെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നവകേരള സദസ് പരിപാടിയുടെ പ്രചരണാർത്ഥം നടത്തിയ കലാജാഥ സംഘടിപ്പിച്ചതിന് അനുവദിച്ചത് 20 ലക്ഷം രൂപയാണ്. RN ആർട്സ് ഹബിനായിരുന്നു കലാജാഥയുടെ ചുമതല. 48 ലക്ഷം രൂപയാണ് കലാജാഥയുടെ മൊത്തം ചെലവ്. ബാക്കി തുക അടുത്ത സാമ്പത്തിക വർഷം നൽകാം എന്നാണ് ബാലഗോപാൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നവകേരള സദസ് പരിപാടിയുടെ പ്രചരണാർത്ഥം KSRTC ബസ്സിൽ പിണറായിയുടെ പുഞ്ചിരിക്കുന്ന ചിത്രവും പതിച്ചിരുന്നു. ഇതിനനുവദിച്ചത് 11.99 ലക്ഷം രൂപയാണ്. ദീർഘദൂര സർവീസ് നടത്തുന്ന 142 ബസ്സുകളിലാണ് പരസ്യം പതിപ്പിച്ചത്. 16.99 ലക്ഷമായിരുന്നു മൊത്തം ചെലവ്. ഇതിൽ 4.99 ലക്ഷം ഈ വർഷം മാർച്ച് 6-ന് KSRTCക്ക് നൽകിയിരുന്നു. ബാക്കി തുകയായ 11.99 ലക്ഷമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കേരളീയം നവകേരള സദസ് പരിപാടിക്ക് റെയിൽവേ ജിംഗിൾസും പ്രചരണം നടത്തിയിരുന്നു. ലിമാക്സ് അഡ്വർടൈസിംഗ് മുഖാന്തരമാണ് റെയിൽവേക്ക് പരസ്യം നൽകിയിട്ടുള്ളത്. 41.21 ലക്ഷമായിരുന്നു ഇതിന്റെ ചെലവ്. ഇതിൽ 18 ലക്ഷം നേരത്തെ അനുവദിച്ചിരുന്നു. ബാക്കി തുകയായ 22.64 ലക്ഷമാണ് ഇപ്പോൾ അനുവദിച്ചത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രചരണത്തിന് ഹോർഡിംഗ് സ്ഥാപിച്ചിരുന്നു. 35 ഹോർഡിങ്ങുകളായിരുന്നു സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു മാസത്തെ വാടക 12.54 ലക്ഷം രൂപയും ഈ തുകയും ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞു. ഖജനാവിലെ ഇപ്പോഴുള്ള പണവും ഇങ്ങനെ തോന്നിയ പോലെ ചെലവാക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് ഉത്തരവിൽ നിന്ന് പോലും വ്യക്തമാകുന്നത്. ഏതായാലും പിണറായി വിജയന് ചിരിക്കാനും പിണറായി വിജയന്റെ മുഖം മെച്ചപ്പെടുത്താനും ഡിസാസ്റ്റർ PR എന്ന് നേരത്തെ രാഹുൽ മാങ്കൂട്ടം അടക്കം പറഞ്ഞതും ഒക്കെ നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഇനി ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രമായി പിന്നീട് എത്ര രൂപ ചെലവായി എന്നോ അല്ലെങ്കിൽ എന്താണ് അതിലെ നീക്കിയിരിപ്പെന്നോ ആരൊക്കെ അടിച്ചു മാറ്റി എന്നോ ഒക്കെ നമുക്ക് കാണേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.